അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മുക്കുപണ്ടത്തിൻ്റെ യഥാർത്ഥ പ്രതിയെ പിടിക്കണമെന്ന് തന്നെയാണ് അർച്ചനയും മുകുന്ദനും അമ്പാട്ട് വീട്ടുകാരും തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. ആ ഫൈനാൻസ് കമ്പനിയിൽ നിന്ന് ആ സ്വർണ്ണങ്ങളെല്ലാം കൊണ്ടുവന്നപ്പോൾ രമ്യയുടെ സ്വർണം എല്ലാം അർച്ചനയും എല്ലാവരും പരിശോധിക്കുകയാണ് കേട്ടോ. അതേസമയം രുക്കു തൻ്റെ സ്വർണ്ണങ്ങളും എടുത്തിട്ട് വേഗം തന്നെ അലമാറയിൽ കൊണ്ടുപോയി വെക്കുകയാണ്. രമ്യയോട് ചോദിക്കുകയാണ്, ഇതെല്ലാം നിൻ്റെ സ്വർണ്ണങ്ങൾ തന്നെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഇതിനു മുമ്പ് മഞ്ജു ചേച്ചി എനിക്ക് കുറച്ച് സ്വർണ്ണങ്ങൾ കൊണ്ടു തന്നിരുന്നു, അത് ചേച്ചിയുടെയാണെന്നാണ് പറഞ്ഞത്, പക്ഷെ അത് ആരോടും പറയരുത് എന്നാണ് പറഞ്ഞത്, ഇതെല്ലാം സ്വർണം തന്നെ ആണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അച്ചു വേഗം തന്നെ പോയി അലമാറയിൽ നിന്നും ആ സ്വർണ്ണങ്ങളെല്ലാം എടുത്തിട്ട് വരികയാണ് കേട്ടോ. അതേസമയം രുക്കു അച്ചുവിനെ തടുക്കണുണ്ട് കേട്ടോ. ഈ സ്വർണ്ണം എടുക്കാനൊന്നും വിടണില്ല, സ്വർണ്ണം എടുക്കരുത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അച്ചു അത് കൊണ്ടുവരികയാണ്. അത് കൊണ്ടുവന്നിട്ട് എല്ലാവരുടെയും മുൻപിലേക്ക് ഇടുകയാണ്. ഫൈനാൻസിൽ നിന്ന് കൊണ്ടുവന്നതേ രുക്കു കൊണ്ടേ ഒളിച്ചു വെക്കുകയാണ് കേട്ടോ. ഇത് സ്വർണം തന്നെ, ഒറിജിനൽ സ്വർണം തന്നെയാണോ അതോ മുക്കുപണ്ടമാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രുക്കു പറയുകയാണ്, ഇത് മുക്കുപണ്ടമാണ്, ഇത് റോൾഡ് ഗോൾഡ് ആഭരണമാണ് എന്നിങ്ങനെ പറയണ്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ മുകുന്ദനാകെ കലി വരികയാണ് കേട്ടോ. മുകുന്ദൻ അങ്ങനെ രുക്കുവിനെ ചെവിടടിച്ച് ഒരു അടി കൊടുക്കുകയാണ് കേട്ടോ. ഇത് നിനക്ക് നേരത്തെ പറയായിരുന്നില്ലേ എന്നിങ്ങനെ ചോദിച്ചിട്ട് പറയാണ്. അതേസമയം അവിടെ ഇരുന്ന എല്ലാവരും ആകെ സ്തംഭിച്ചു പോവുകയാണ് കേട്ടോ. മുകുന്ദനിൽ നിന്നും ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. അതേസമയം അച്ചുവിനും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇതെല്ലാം വിജയശങ്കരോട് ചന്ദ്ര പറയാണ് കേട്ടോ. ഇങ്ങനെ ഞാൻ മോൾക്ക് വേണ്ടി കൊടുത്ത ആഭരണങ്ങളെല്ലാം റോൾഡ് ഗോൾഡായിരുന്നു, അതാണ് എന്ന് വിജയശങ്കർ അപ്പോഴാണ് തിരിച്ചറിയുന്നത് കേട്ടോ. ഇത് റോൾഡ് ഗോൾഡ് ആഭരണമാണ് കൊടുത്തിരിക്കുന്നത് എന്ന്. പക്ഷേ എങ്ങനെയാണെങ്കിലും ആ റോൾഡ് ഗോൾഡ് ആഭരണം ഈ ഒറിജിനൽ സ്വർണവും ഏതായാലും കേസിന് അടിസ്ഥാനമാക്കും. അപ്പോൾ അർച്ചന പറയുന്നത് എന്തായാലും ശരി, ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് തെളിയിക്കണം, എങ്കിൽ മാത്രമേ മുകുന്ദന് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേ സമയത്ത് വിജയശങ്കർ അപ്പോഴാണ് അറിയുന്നത് ഈ ചന്ദ്ര ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് റോൾഡ് ഗോൾഡ് ആഭരണമാണ് എന്ന്. വിജയശങ്കർ അപ്പോഴാണ് അറിയുന്നത് കേട്ടോ.